നമുക്ക് പപ്പടം റെസിപ്പി ആയാലോ? യൂട്യൂബിൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പപ്പടം റെസിപ്പി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ചോറിനൊരു കൂട്ടായിട്ടും വൈകിട്ട് ചായക്കൊരു കടിയായിട്ടും നമുക്കങ്ങനെ രണ്ട് രീതിയിൽ പപ്പടം റെസിപ്പി ഉണ്ടാക്കാം. ഒന്ന് നല്ല സ്പൈസി ആയിട്ടുള്ളതും ഒന്ന് നല്ല മധുരമുള്ളതുമാണ് ഉണ്ടാക്കുന്നത്. ഈ ചുമന്നുള്ളിയും പച്ചമുളകും പപ്പടവും കൂടി ചേർന്നാൽ നമുക്ക് ഒരു വറ ചോറുണ്ടാവും. അറിയാലോ, ഈ പപ്പടം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ഇടിച്ചെടുക്കാം. ഇടിച്ചെടുക്കുമ്പോൾ ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒരു പപ്പടം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടുവശത്തായിട്ട് ഇത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് കവർ ചെയ്ത് മടക്കുക. ഇനി മടക്കുന്ന ഭാഗം നമ്മൾ കുറച്ച് മൈദ കലക്കിയത്, മൈദ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് ചായച്ചതാണ്, അതൊന്ന് ഈ സൈഡിൽ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പപ്പടം ഒട്ടിയിരിക്കും. ഇതേ രീതിയിൽ നമുക്ക് മൂന്ന് സൈഡും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയോട് ചെയ്തിട്ടൊന്ന് വറുത്ത് കോരണം. അപ്പോൾ നമുക്ക് അടുത്ത മധുരമുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, പിന്നെ നമ്മുടെ പപ്പടം, അതിനോട് 2 ഏലക്ക, പിന്നെ പപ്പടം ഒട്ടിക്കാനായിട്ട് ആ മൈദയുടെ വെള്ളവും കൂടെ ചേർന്നിട്ടുള്ള മിക്സും. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കപ്പലണ്ടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ പപ്പടത്തിൻ്റെ നടുവശത്തേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒട്ടിച്ചെടുക്കണം. അതുപോലെ നമ്മൾ അത്രയും അങ്ങോട്ട് ചുരുട്ടുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മളുടെ മൈദയുടെ മിക്സ് വെച്ചിട്ട് ഒട്ടിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം നമ്മളുടെ എരിവുള്ളത് തന്നെ വറുത്തെടുക്കാം. നമ്മൾ പപ്പടം വറുക്കുന്ന പോലെ അത്രയും ടൈം മതി. ജസ്റ്റ് അങ്ങോട്ട് ഇടുക, കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാത്തിനെയും വറുത്തെടുക്കാം. ഇതേപോലെ ഞാൻ 4 എണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരമുള്ളതോടെ വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ. പെട്ടെന്ന് തന്നെ പൊള്ളി കിട്ടും. പപ്പടം പൊള്ളിക്കുന്ന അത്രയും താമസമേ ഉള്ളൂ. നല്ല ഒരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. ഇതേ രീതിയിൽ നമുക്ക് 4 എണ്ണം കൂടി വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പപ്പടം റെസിപ്പിയോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ഇതൊരെണ്ണം മതി. ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.